നമസ്കാരം സർ. പാലക്കാട് ഹെഡ് ഗേവാറിന്റെ പേരിൽ നടക്കുന്ന പ്രതിഷേധമൊക്കെ രൂക്ഷമായിട്ട് നടക്കുന്നുണ്ട്. ഇത് ഒരു വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമാണോ? സാറിന് എന്താ തോന്നിയത്? തീർച്ചയായിട്ടും ഹെഡ്ഗേവാറിന്റെ പേര് കൊടുക്കുന്നതിനകത്ത് അദ്ദേഹത്തിന്റെ പേര് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുന്ന അത് വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗം തന്നെയാണ്. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഹെഡ്ഗേവാറിന്റെ പേരിൽ അത് പറ്റത്തില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റി അവരാ ഭരിക്കുന്നത്. അവിടെ ഒരു ബെഡ് സ്കൂളിന്റെ വിഷയമാണ്, അതിന് പേര് കൊടുക്കുന്നത് ഹെഡ്ഗേവാറിന്റെ പേര് കൊടുക്കുമെന്ന് പറഞ്ഞു. മുനിസിപ്പാലിറ്റി BJP അല്ലേ ഭരിക്കുന്നത്, അവരെന്ത് ചെയ്യും? അവർക്ക് താല്പര്യമുള്ള നേതാക്കന്മാരുടെ പേര് കൊടുക്കും. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ചെയ്യത്തില്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിരിക്കാൻ അവരുടെ അധികാരത്തിൽ ഇരിക്കുന്നവർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതിനകത്തൊരു വർഗീയ ധ്രുവീകരണമോ ഇയാൾ ഈ ലോകത്തെ ഏറ്റവും വലിയ നമ്മുടെ ബില്ലാദന്റെ ഒക്കെ ആളാന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. RSSന്റെ സ്ഥാപകനാണ്. RSS ആണ് ഇന്ന് 64 രാജ്യങ്ങളിലുണ്ട്. ഇന്ത്യയിലെ മൊത്തം സംവിധാനം അവരുടെയാണ്, ഭരിക്കുന്നവരാണ്. ഏതാണ്ട് ഇന്ത്യ സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അത് മൊത്തം ഭരിക്കുന്നത് BJP ആണ്. ഇതിന്റെ എല്ലാ നേതാക്കന്മാരെല്ലാം RSSന്റെ നേതാക്കന്മാർ. അപ്പൊ RSS ഈ രാജ്യത്തും ലോകത്തും ഒന്നും ഭീകരവാദ പ്രവർത്തനം നടത്തിയതായിട്ട് അറിവില്ല, അല്ലെങ്കിൽ ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അവരുടെ പ്രവർത്തനത്തിനകത്തൊന്നും അങ്ങനത്തെ ഒരു വ്യക്തത ഇല്ല. അവരെ അങ്ങനെ സംശയിച്ച് ഈ രാജ്യത്ത് പലവട്ടം നിരോധിച്ചിട്ടുള്ളതും ആ സംശയത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ അല്ലെന്ന് കണ്ട് വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ ഇന്ത്യക്ക് പുറത്ത് 64 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന RSS ഈ രാജ്യങ്ങളിലൊന്നും അവരുടെ ഭരണ സംവിധാനത്തെ, അവരുടെ ഭരണഘടനയെ, അവരുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഒരു വിഷയങ്ങളും ഈ RSS എന്ന് പറയുന്നതിനകത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊരു വർഗീയ ധ്രുവീകരണം തന്നെയാണ്. ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമമാണ്, താല്പര്യത്തിന് വേണ്ടി സംസാരിക്കുന്നതാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സംസാരിച്ചു, അല്ലെങ്കിൽ ഇന്നലെ ഈ പറയുന്ന RSSൽ നിന്ന് അതിനകത്തെ ക്രൂരതകളും അതിനകത്ത് ധ്രുവീകരണവും അതിനകത്തെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് മനം മടിച്ച് ഒരു 10 കൊല്ലം അതിനകത്ത് ബുദ്ധിമുട്ടി ശ്വാസം വിടാതെ ജീവിച്ചിട്ട് കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോ കസേര കിട്ടത്തില്ലെന്ന് പറഞ്ഞ് വെടിച്ചാടിയ ഒരു നേതാവുണ്ട്, അറിയാമല്ലോ. അയാളുടെ പേരെന്തുവാ? സന്ദീപ് വാര്യർ. അയാളാണ് ഇന്നലെ ഇതിന്റെ അകത്ത് RSSന്റെ നിയമം വരെ കണ്ടുപിടിച്ച് ഇന്നലത്തെ അയാളുടെ വർത്തമാനം കേൾക്കുമ്പോൾ അയാളാ കണ്ടുപിടിച്ചത്. വിവരദോക്ഷികളായിട്ടുള്ള കുറെ RSSകാർ പാലക്കാട്ടുള്ളവരാണ് ഈ തീരുമാനമെടുത്ത് ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിലെ അല്ലെ മതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളുടെ പേര് ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ഇടാൻ പഞ്ചായത്ത് നിയമം അനുവദിക്കുന്നില്ലെന്നാ പുള്ളി പറയുന്നത്. ഇവൻ എന്തോ BJP ആയിരുന്നു. ഇവനെയൊക്കെ BJPക്കകത്ത് കയറ്റിവെച്ച BJPക്കാരനെ കേരളത്തിൽ ആദ്യം അടിക്കുന്നത്. RSSന്റെ ഹെഡ്ഗേവാറിന്റെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഹിമാചൽ പ്രദേശിലെ, ഡൽഹിയിലെ, മഹാരാഷ്ട്രയിലെ, മധ്യപ്രദേശിലെ, ഈ ഇന്ത്യയിലെ ഒട്ടുമുക്കാലും സ്ഥലങ്ങളിലെല്ലാം പുള്ളിയുടെ പേരിലുള്ള സ്ഥാപനങ്ങളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്, പല വലിയ എന്നുവെച്ചാൽ ലോകം അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉള്ളിടത്ത് അയാൾ പറയുന്നത് ആദ്യമായിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു ബെഡ് സ്കൂളിന്റെ പേരിടാനാണ് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയവാദികളുടെ നേതാവാണ്. അതുകൊണ്ട് ഇന്ത്യയിലുടനീളം 10 കൊല്ലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദിയുടെ പോലും തലയിൽ ഉദിക്കാത്ത ഒരു കാര്യം പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് ഉദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക അജണ്ടയുണ്ട്. അതുകൊണ്ട് അത് നടപ്പാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവര് വിലക്കെടുത്ത ഈ പറഞ്ഞ വാര്യം കുഞ്ഞനന്തന്റെ പിന്തുടർച്ചക്കാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്റെ പൊന്നെ, ഇത് പറയുമ്പോൾ ഒരു കാര്യം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇത് പറയാനുള്ള കാര്യമുണ്ട്. പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവെ, നിങ്ങൾ ഈ പറയുന്നതുപോലെ പഴയതുപോലെ ഈ പറയുന്ന ഈ സന്ദീപ് വാര്യറും ഒക്കെ പറഞ്ഞാൽ ആൾക്കാർ ഇത് ചർച്ചയിൽ കൊണ്ടുവരും. ഈ പറയുന്ന ഹിന്ദു ഹത്യ നടത്തിയ 100 കൊല്ലത്തിന് പുറകിലോട്ട് പരിശോധിക്കും. വാര്യൻ കുഞ്ഞമ്മദ് ഹാജി എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറഞ്ഞ് അംഗീകരിക്കണമെന്ന് തർക്കം നിൽക്കുമ്പോൾ ഹിന്ദു ഹത്യ ഈ 100 കൊല്ലം മുമ്പ് നടത്തിയ, മലപ്പുറത്ത് നടത്തിയ, അല്ലെങ്കിൽ ധാരാളം ഹിന്ദുക്കളെ കൊന്ന് കിണറ്റിലിട്ട ആ വിഷയത്തിനകത്ത് നേതാവായിട്ടുള്ള അയാളുടെ പേരിൽ മലപ്പുറത്ത് ഒരു ടൗൺ ഹാൾ ഉണ്ട്, അയാളുടെ പേരിലായിട്ടേക്കുന്നേ. ഈ മലപ്പുറത്തുടനീളമുള്ള നമ്മൾ ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ കേന്ദ്രമായിട്ടിരിക്കുന്ന വേറെ ആർക്കും ശ്വാസം വിടാൻ ഒക്കത്തില്ലെന്ന് SNDP നേതാവ് പറഞ്ഞിടത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രാവശ്യം പോലും ജനപ്രതി ആവാത്തവരും അല്ലെങ്കിൽ ആൾക്കാരറിയാത്ത എത്രയോ പേരുടെ പേരിലാണ് ഓരോ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഒക്കെ അവിടെ നിൽക്കുന്നത്. അതിനകത്തൊന്നും ഒരു മതേതര പ്രശ്നം ഓർക്കില്ല, ഒരു വർഗീയ ധ്രുവീകരണം ഓർക്കില്ല. ഇവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്നെങ്കിൽ അവൻ തീരുമാനിക്കും. ചിലപ്പോൾ അവരുടെ നേതാക്കന്മാരായിരിക്കും തീരുമാനിക്കുന്നത്. നാളെ കാലത്ത് ഇതിനപ്പുറമുള്ള വേറെ നേതാക്കന്മാരുടെ പേര് വരും. അപ്പൊ ഈ കേരളത്തിൽ മതേതരത്വമൊന്നുമല്ല, മതധ്രുവീകരണമാണ്. കേരളത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ LDFന്റെ ഭാഗമായാലും UDFന്റെ ഭാഗമായാലും ഇവിടെ 35% വരുന്ന മുസ്ലിം വോട്ടുകൾ കിട്ടുന്നതിന് വേണ്ടി മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് മതധ്രുവീകരണം ഏറ്റവും കൂടുതൽ ആരുണ്ടാക്കുന്നോ എന്ന് മത്സരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുവാൻ സാധിക്കും.
അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഹെഡ്ഗേവാറിനെ അനുവദിക്കുന്നതില്ലെന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നതും ഹെഡ്ഗേവാറിനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പേര് വെക്കാൻ തീരുമാനിച്ചത് RSSന്റെ വിവരക്കേടാണെന്നും പഴയ RSSകാരനായിട്ടുള്ള ഇപ്പോഴത്തെ പറയുന്ന അവര് വിലക്കെടുത്തിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ വിലക്കെടുത്ത സന്ദീപ് വാര്യർ പറയുന്നതും ഒക്കെ അതാണ്. പുള്ളിയുടെ പറച്ചില് അല്ലെങ്കിൽ പുള്ളിയുടെ വർത്തമാനം, പുള്ളിയുടെ നാവും ഒക്കെ ഇപ്പൊ ആര് നിയന്ത്രിക്കുന്നെന്നോ ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇപ്പം അദ്ദേഹം ഓരോ ദിവസവും കാര്യം പറയുന്നതിന് അല്ലെങ്കിൽ അങ്ങനെ കാര്യം പറയണമെന്ന് തീരുമാനിച്ചത് ആരാണെന്നും അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് കാര്യം പറയുന്നതും ആരാണ് ഇദ്ദേഹത്തെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് അന്ന് വിലക്കെടുത്താണെന്ന് പലരും പറഞ്ഞപ്പോൾ നമ്മൾ സംശയിച്ചത് ഇപ്പം വ്യക്തമാകുന്ന രീതിയിൽ ഓരോ ദിവസവും ഞാൻ RSSനകത്തുനിന്ന് വന്ന ആളാണ്, ഞാൻ RSSകാരനാണ്, എന്റെ അമ്മ RSSന് വേണ്ടി 4 സെന്റ് സ്ഥലം എഴുതി വെച്ചിരുന്നിട്ടുണ്ട്, ഞങ്ങൾ ഈ RSSനകത്ത് ഇതിന്റെ അല്ലെങ്കിൽ ഐഡിയോളജി ഒക്കെ കണ്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇതിനകത്ത് വന്ന് നിന്നതാണ്, ഇതിനകത്തെ മോശം അവസ്ഥയും അല്ലെങ്കിൽ ഇതിനകത്തെ മതേതരത്വമില്ലായ്മയും അല്ലെങ്കിൽ കൊള്ളരുതായ്മ കൊണ്ട് വളരെ ബുദ്ധിമുട്ടി പാലക്കാട് വന്നപ്പോൾ ഞങ്ങൾ ആ അവസരം നോക്കി സീറ്റിന്റെ കെയർ ഓഫ് ഞാൻ ചാടിയതാണ്. എങ്ങോട്ടാ ചാടിയത്? മതം ഈ പറയുന്ന പോലെ ഇസ്ലാമിസ്റ്റുകളുടെ പാതയിലേക്ക് ചാടി. ഓരോ ദിവസവും നിങ്ങൾ RSSകാരനാണ് ആദ്യം പറഞ്ഞിട്ട് മതേതരത്വത്തിന് വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ RSS എന്ന് പറയുന്നത് വർഗീയതയുടെ വിഷം തുപ്പുന്നതാണെന്ന് പറഞ്ഞ് അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രസ്താവനയെങ്കിലും ഒരു ദിവസം പറയണം എന്ന് പറഞ്ഞ് അച്ചാരം മേടിച്ച് ആ പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്ത് പോകുന്ന ഒരവസ്ഥ. കോൺഗ്രസിനകത്ത് യഥാർത്ഥത്തിൽ അയാൾ കോൺഗ്രസിനകത്തേക്കല്ല പോയേക്കുന്നത്, അയാൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്കാണ് പോയേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ അതിനെ സഹായിക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏത് കോൺഗ്രസിന്റെ എന്ത് നേതാവായിട്ടാ? കോൺഗ്രസിന്റെ വ്യക്താവാണോ സന്ദീപ് വാര്യർ? എന്തായിട്ടാണ് എന്ത് വിഷയം വന്നാലും സന്ദീപ് വാര്യരുടെ മൂക്കിനകത്തോട്ട് മൈക്ക് പിടിച്ച് കയറ്റി ഇവിടുത്തെ പ്രധാനപ്പെട്ട ചാനലുകൾ പോകുന്നത്? ഏതെങ്കിലും വേണ്ടപ്പെട്ട വാർത്ത ഇവരാരും കൊടുക്കാറുണ്ടോ? അതായത് പ്രധാനപ്പെട്ട ചാനലുകളുടെ ഉദ്ദേശം അതാണ്. RSSനെയോ അല്ലെങ്കിൽ BJPയോ ഒക്കെ മോശമാക്കുന്നതിന് വേണ്ടി ആര് കാര്യം പറയുന്നു അവന്റെ മുമ്പിലേക്ക് മൈക്ക് വെച്ച് കൊടുക്കുന്നു. അവന്റെ മുമ്പിലേക്ക് മൈക്ക് വെച്ച് കെട്ടിക്കൊടുക്കുമ്പോൾ ഇവർ വലുതാക്കിയ ഇവർ അല്ലെങ്കിൽ സ്റ്റേജുകൾ കൊടുത്ത ഇവർ ചാനലുകൾ പോയിരുന്നു പറയാൻ അനുവാദം കൊടുത്ത സന്ദീപ് വാര്യർ, അങ്ങനെ ജനമറിഞ്ഞ സന്ദീപ് വാര്യർ, ആ സന്ദീപ് വാര്യരെ കൊണ്ട് മാത്രം ആദ്യം പറയിക്കണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പിന്നെ പറഞ്ഞാൽ മതി. സന്ദീപ് വാര്യർ RSSനെതിരെ പറയുമ്പോൾ അതിന് ആക്കം കൂടും എന്ന് കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും ആ അവസരത്തിലൊക്കെ എന്ത് വിഡ്ഢിത്തവും പറയുന്നതിന് വേണ്ടി തയ്യാറാകുന്ന അതിനകത്തു നിന്നുള്ള അച്ചാരം മേടിച്ച് ജീവിക്കുന്ന ഒരു നേതാവായിട്ട് ഇന്ന് ഇയാളെ കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇയാൾ BJPക്കകത്ത് നിന്നപ്പോൾ ഇയാൾക്ക് ഒരു അംഗീകാരം ഉണ്ടായിരുന്നു. BJPക്ക് അകത്ത് നിന്ന് വെളിയിൽ വന്നപ്പോഴും അയാൾക്ക് അയാളുടെ പാർട്ടി തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും അയാൾ ഇന്നലെ ഏത് പാർട്ടിക്കകത്ത് ഇരിക്കണം, ഇന്ന് ഏത് പാർട്ടിക്കകത്ത് നടക്കണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കണം. അതിനകത്തൊക്കെ അയാളെങ്ങനെ. പക്ഷെ അയാൾ പറയുന്ന വർത്തമാനം അയാൾക്ക് ഒരുപക്ഷെ അതിനകത്തുനിന്ന് ബുദ്ധിമുട്ടുണ്ടായി കാണും, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട പരിഗണന കിട്ടാതെ വന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് വിചാരിക്കും. അതുകൊണ്ട് അയാൾ പാർട്ടിക്ക് വെളിയിൽ പോയി. പക്ഷെ പാർട്ടിക്ക് വെളിയിൽ പോയി വെളിയിലോട്ട് ഇറങ്ങിയിട്ട് RSSനെയും BJPയും ഒക്കെ ഇന്നലെ ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ല, അല്ലെങ്കിൽ തെറ്റാണ്, RSSന്റെ ഐഡിയോളജി തെറ്റാണ്, നരേന്ദ്രമോദി കൊള്ളത്തില്ല, അല്ലെങ്കിൽ അമിത്ഷാ കൊള്ളത്തില്ല, യോഗി കൊള്ളത്തില്ല, എന്റെ തലേന്ന് പറഞ്ഞത് ഇതും കൂടെ ആൾക്കാർ കൊലം ചെയ്യും. അപ്പോൾ ഇയാൾ വെറും ടേപ്പ് റിക്കാർഡർ എന്ന് പറയും. അതായത് പൈസ മേടിച്ചിട്ട് നാളെ കാലത്ത് ഇപ്പം ആര് ഇയാളെ പർച്ചേസ് ചെയ്തോ അവർ കൊടുത്തതിനെക്കാട്ടിൽ 1 രൂപ കൂടുതൽ കൊടുത്ത് ഇപ്പുറത്തോട്ട് പർച്ചേസ് ചെയ്ത് ഇവിടെ നിർത്തി അവർ പറയുന്ന കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ പറയുന്ന ആളാണ്. പറയാൻ അറിയാവുന്നത് കൊണ്ടും കൃത്യമായിട്ട് പറയാൻ അറിയാവുന്നത് കൊണ്ടും ആൾക്കാർക്ക് കേട്ടാൽ സുഖമാകുന്ന രീതിയിൽ ഒഴുക്കത്തിൽ പറയാൻ അറിയാവുന്നത് കൊണ്ടുമൊക്കെ ആൾക്കാർ കേൾക്കും. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങളുടെ വർത്തമാനം, നിങ്ങൾ അതിനുശേഷം സഞ്ചരിച്ച രാജ്യങ്ങൾ, നിങ്ങളുടെ തലയിലിരുന്ന തൊപ്പി, നിങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാർ, അതിൽ നിന്നൊക്കെ നിങ്ങൾ BJPക്കകത്ത് പ്രശ്നം കൊണ്ട് പോയതല്ല, നിങ്ങൾ BJPക്ക് അകത്ത് വന്നതും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ഐഡിയോളജി കൊണ്ടുവന്നതല്ല. നിങ്ങൾ ആ MLA സ്ഥാനം നോക്കി വന്നതാണ്, നിങ്ങൾ ഒരു MP സ്ഥാനം നോക്കി വന്നതാണ്. അതിനകത്ത് അത് നടക്കത്തില്ലെന്ന് കണ്ടപ്പോൾ അതിനകത്ത് നിങ്ങൾ വെളിയിൽ ചാടുകയാണ്. അത് രാഷ്ട്രീയം രാജ്യസേവനത്തിന് വേണ്ടിയല്ല, ഉപജീവനത്തിന് വേണ്ടി ആണെന്ന് കണ്ട് അതിനവസരം കൂടുതലുള്ളിടത്തേക്ക് ഒരു ഐഡിയോളജിയും ഇല്ലാതെ ചാടി നടക്കുന്ന ഒരു നേതാവായിട്ടേ നിങ്ങളെ കാണാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളെ കേരളത്തിൽ അതിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി പൊളിറ്റിക്കൽ എക്സാം കൃത്യമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ RSS എന്താണെന്നോ
BJP എന്താണെന്നോ ഹെഡ്ഗേവാർ എന്താണെന്നോ അറിയാത്ത നിങ്ങളാണ് ഇതുവരെ അതിന്റെ വ്യക്താവാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് നിന്നതെന്നാണ് ഇന്നലെ നിങ്ങളുടെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഹെഡ്ഗേവാറിന് വളരെ കൂടുതലായിട്ട് ഈ പറയുന്ന അദ്ദേഹത്തിന് പേര് വെച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും സർവകലാശാലകളും സ്മാരകങ്ങളും ഒക്കെ ഉണ്ട്. ഇനിയെങ്കിലും അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും കിട്ടും. എന്റെ പൊന്ന് സന്ദീപ് വാര്യരെ എന്തെങ്കിലുമൊക്കെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ് വഷളാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. വീണ്ടും വീണ്ടും ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളാണെന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാതെ രക്ഷപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതാവും നന്നാവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.